നമസ്കാരം കൂട്ടുകാരെ, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നടന്നപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ധാന്യപ്പുരകളാണ് പോലും. അതായത് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പാറക്കെട്ടുകളുടെ കാഴ്ച അതിഗംഭീരമാണ് കേട്ടോ. ഈ പാറക്കെട്ടുകൾ തമ്മിൽ ഒരു 5-6 മീറ്ററിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അത് വലിയൊരു മല, അതിനെ ഒരു കോട്ടയാക്കി മാറ്റിയിരിക്കുന്ന അന്നത്തെ കാലത്തെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഭരണാധികാരി. നമ്മളങ്ങനെ ആ ബസ്സിൽ കയറി ബദാമി ബസ് സ്റ്റാൻഡിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. ഉത്തര കർണാടകയിൽ എന്ന് പറയുന്നതാണ് ശരി. ഉത്തര കർണാടകയിലെ വളരെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമായ ബദാമി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം രാവിലെ 8 മണി. ഇന്നലെ വൈകിട്ട് മംഗലാപുരത്തു നിന്ന് പുറപ്പെടുന്ന വിജയപുര എക്സ്പ്രസ്സിനാണ് യാത്ര ചെയ്ത് രാവിലെ 7:30 ഈ ബദാമി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണം. ഏതാണ്ട് 2000 വർഷത്തെ ചരിത്രമുള്ള ഒരു അതിപുരാതന പ്രദേശമാണ് ഈ ബദാമി. വാതാപി എന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി വന്നതാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്ററാണ് ഈ പറയുന്ന ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ പ്രദേശത്തേക്ക്. അപ്പോൾ ഇവിടുന്ന് 2 രീതിയിൽ നമുക്ക് പോകാം. ബസ്സുണ്ട്. ബസ് ഒരു അരമണിക്കൂർ ഇടവിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഷെയർ ഓട്ടോറിക്ഷകളുണ്ട്. ഷെയർ ഓട്ടോറിക്ഷകൾ എങ്ങനെയാണ് അതിൻ്റെ ചാർജ് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അവിടെ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ കിടപ്പുണ്ട്. അപ്പോൾ നോക്കാം. പിന്നെ ബദാമി റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബദാമി റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഈ വന്ന സമയത്ത് നവംബർ മാസത്തിൽ എല്ലാം പുനരുദ്ധാരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാത്റൂം സൗകര്യങ്ങളും വെള്ളം ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല. ഏതാണ്ട് ഒരു 2 മാസം കൊണ്ടൊക്കെ ഇത് ക്ലിയർ ആവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്ത് 2 മാസത്തിനിടയ്ക്ക് വരുന്നവർ ഇതൊക്കെ മനസ്സിലാക്കി വരിക. മറ്റൊരു കാര്യം, ഈ ബദാമി ഭാഗത്തേക്ക് രാവിലെയൊക്കെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഭയങ്കര തണുപ്പാണ്. 15 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളും രാവിലെയൊക്കെ യാത്ര ചെയ്യുന്നവർ കരുതണം. അപ്പോൾ ഇതാണ് ബദാമി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ നിന്നുള്ള കാഴ്ച. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇതിൻ്റെ കവാടത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ബദാമി റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം. പണിയൊക്കെ പൂർത്തി ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ പണിയെല്ലാം തകൃതിയായി നടക്കുകയാണ്. ഇവിടെ ബോർഡൊക്കെ ഏതായാലും പണി പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട്. ബോർഡ് കാണാൻ 3 കളറിൽ, ദേശീയ പതാകയുടെ കളറിലാണ് പേരൊക്കെ എഴുതിയിരിക്കുന്നത്, ബദാമി. അപ്പോൾ അങ്ങോട്ട് മേലോട്ട് കയറിപ്പോകുമ്പോൾ ബദാമി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 മീറ്റർ അടുത്ത് തന്നെയാണ് റോഡും കാണുന്നത് കേട്ടോ. റോഡ്, ബസ് പോകുന്ന റോഡ് ഒരു 20 മീറ്റർ മാത്രമാണ് ഇവിടെ. കൂടാതെ ഓട്ടോറിക്ഷകൾ നിരന്ന് കിടക്കുന്നുണ്ടോ, ഇത് ഷെയർ ഓട്ടോറിക്ഷകളായിട്ട് ബദാമിയിലേക്ക് യാത്ര പോകാൻ വേണ്ടി പോകുന്ന ഓട്ടോറിക്ഷകളാണ്. അപ്പോൾ അതിന് അങ്ങനെ വേണമെങ്കിലും പോകാം. നമ്മൾ ഏത് രൂപത്തിലാണ് പോകുന്നതെന്ന് തീരുമാനിച്ചില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ബസ്സിന് പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബദാമി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കാം. ബസ്സാണെങ്കിൽ ബസ്, ഇനി ബസ്സിന് കുറേ താമസിക്കുമെങ്കിൽ നമുക്ക് ഷെയർ ഓട്ടോറിക്ഷയ്ക്ക് പോവാം. അപ്പോൾ ബദാമി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം തണുപ്പൊക്കെ കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കവാടമൊക്കെ കാണാം. അപ്പോൾ റോഡ് ഇത് അടുത്ത് തന്നെ, ഇതുകൊണ്ട് കാണുന്ന തന്നെ റെയിൽവേ സ്റ്റേഷനും മെയിൻ റോഡും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിച്ചടിക്കുന്നുണ്ട്. അത്ര ക്ലിയർ ആവാൻ വഴിയില്ല. ഇവിടെ ചായയൊക്കെ കഴിക്കാനുള്ള അത്യാവശ്യം ചെറിയ കടകളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഓട്ടോറിക്ഷ ഇഷ്ടംപോലെ നേർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബദാമി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ആ കവാടം, ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള കവാടമാണ്. നമ്മൾ ഈ ഭാഗത്തേക്കാണ് ബദാമിക്ക് പോകേണ്ടത്. ഈ റൂട്ടിൽ കൂടിയാണ് കേട്ടോ, അങ്ങോട്ടാണ് പോകേണ്ടത്. രാവിലെ തന്നെ ഒരു ചങ്ങാതി ഇങ്ങനെ തൊടൽ പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ തൊടൽ പൊട്ടിക്കാൻ വേണ്ടി ഭയങ്കര നോക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബദാമിക്കുള്ള ബസ് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ആളുകൾ വേറെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഞാനും ബസ്സിന് പോകാമെന്നാണ് തീരുമാനിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് ആകുമ്പോഴത്തേനും മിക്കവാറും എന്തായാലും 100 രൂപ കൊടുക്കേണ്ടി വരും. ഈ ചേട്ടനൊക്കെ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബസ്സിന് പോവാം. ബദാമിക്കുള്ളൊരു ബസ് വലിയ പുകയെല്ലാം തുപ്പിയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബസ്സിന് നമുക്ക് പോകാം ബദാമിക്ക്. ഇതിന് കയറാട്ടോ. നമ്മളങ്ങനെ ആ ബസ്സിൽ കയറി ബദാമി ബസ് സ്റ്റാൻഡിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാണ്ട് 5 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ബദാമി ബസ് സ്റ്റാൻഡിലേക്ക്. ഇനി ഈ ബദാമി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് നടന്ന് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ എന്താ പറയുക ബദാമി കേവിലേക്ക്. ബദാമി KSRTCയുടെ കർണാടക RTCയുടെ ബസ് സ്റ്റാൻഡാണിത്. ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇവിടുന്ന് പല സ്ഥലത്തേക്കും പട്ടടക്കലേക്കും അതുപോലെ ഐഹോളയിലേക്കും പിന്നെ ധർമ്മസ്ഥലത്തേക്കും ഷിമോഗ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ബസ്സുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെ മംഗലാപുരത്തേക്കൊക്കെ ലക്ഷറി ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ബസ് സ്റ്റാൻഡിൻ്റെ ആകെയുള്ളൊരു കാഴ്ച. 4 പ്രധാനപ്പെട്ട ഗുഹാക്ഷേത്രങ്ങളാണ് ഈ ബദാമിയിലുള്ളത്. പ്രധാനപ്പെട്ട കാഴ്ചകൾ അതാണ്. 3 ഹിന്ദു ക്ഷേത്രങ്ങളും 1 ജൈന ക്ഷേത്രവുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ പോകാനുണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് സംഭവം കാണാം. പക്ഷേ നടന്നു പോകുമ്പോൾ 1 കിലോമീറ്റർ ഉണ്ട്. നടന്നു പോകാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കൂട്ടി അങ്ങനെ വേണമെങ്കിൽ പോവാം. ഞാനേതായാലും നടന്നു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർണാടക RTCൻ്റെ ബദാമി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മളിതാ ഇങ്ങോട്ടാണ് നടക്കുന്നത് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കുമ്പോൾ വലത് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ നടക്കുകയാണ്. ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് പോകേണ്ടവർക്ക് അങ്ങനെ പോവാം. ഞാനേതായാലും കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബദാമി കേവിൻ്റെ അങ്ങോട്ട് പോവാം എന്നാണ് പറഞ്ഞത്. ഞാനങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ബദാമി പട്ടണത്തിൻ്റെ ആകെയുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. KSRTCയുടെ ബസ് സ്റ്റാൻഡ് അവിടെ കാണാം. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ റോഡാണ്. ഈ റോഡിൻ്റെ ഇരുവശത്തുമാണ് ഈ പട്ടണം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടതുവശത്താണ് ഈ പറയുന്ന കേവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമുക്കിവിടെ കാണാം. അത് വെളിച്ചം അടിക്കുന്നതുകൊണ്ട് അങ്ങനെ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഏതാണ്ട് 500 മീറ്ററോളം നടന്നു കേട്ടോ. ഇവിടെ ഒരു അംബേദ്കർ റൗണ്ടുണ്ട്. ആ റൗണ്ടിൻ്റെ അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ഈ ബദാമി കേവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അങ്ങോട്ട് പോകാമെന്നാണ് ഇവിടെ ഒരു നാട്ടുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് ഈ ബദാമി ടൗണിലൂടെ. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞ പ്രകാരം ഇപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ എളുപ്പത്തിന് എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. തേങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തേങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആ മെയിൻ റോഡ് കട്ട് ചെയ്ത് ഞാൻ ഒരു മാർക്കറ്റ് വഴിയിൽ നിന്ന് നടക്കുവാണ്. ദൂരം നടന്നു കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ പന്നികളൊക്കെ നല്ല സ്വൈര്യവികാരം റോട്ടിൽ കൂടെ നടത്തിയാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോഴത്തേന് ഇതാ ഇവിടെ ഒരു കോട്ട പോലത്തെ ഒരു കവാടമെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ആർക്കിയോളജിക്ക് മ്യൂസിയം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്നാന്ന് അറിയത്തില്ല. ഏതായാലും ഞാനിങ്ങോട്ട് നടക്കുവാണ്. സംഭവം എന്നാ നോക്കാമല്ലോ. എന്തും പോലേക്ക് എത്തിയപ്പോൾ ഇതാ ഇങ്ങനെ വലിയൊരു നിർമ്മിതി അവിടെ കുറച്ച് മാറിക്കാണാം കേട്ടോ. അപ്പോൾ ഇവിടെയും ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം. എന്തായാലും നടന്നു വന്നപ്പോൾ ഇതാ വലിയ നിർമ്മിതികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വേറ്റു മ്യൂസിയം എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കാം. ഇതിൻ്റെ അടുത്തെല്ലാം ജനങ്ങൾ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. പാമ്പ സൂപ്പർ, അതായത് 12,000 വർഷം പഴക്കമുള്ള നിർമ്മിതിയുടെ അകത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ബദാമിയിലെ ഈ ആർക്കിയോളജി സംരക്ഷിക്കുന്ന ആ ചരിത്ര സ്മാരകത്തിൻ്റെ സ്മാരകമല്ല. അപ്പോൾ നമ്മളങ്ങനെ ബദാമിയിലെ ആ ചരിത്ര സ്മാരകത്തിൻ്റെ അകത്തേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കടക്കുമ്പോൾ ആദ്യത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പോവാം. ഇവിടെ സെക്യൂരിറ്റിയൊക്കെ അവിടെയുണ്ട്. ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇത് രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ഉള്ളത് ബദാമിയിലെ ചരിത്ര സ്മാരകങ്ങൾക്ക് അടുത്തുള്ള ഈ അഗസ്ത്യ തടാകത്തിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ അഗസ്ത്യ തടാകത്തിൻ്റെ ചുറ്റുമാണ് ഈ ബദാമിയിലെ ഈ ചരിത്ര ശേഷിപ്പുകൾ നിലനിൽക്കുന്നത്. ഏതാണ്ട് 1500 വർഷത്തെ പഴക്കമുള്ള
പാറ തുറന്നിട്ടുള്ള ഗുഹാക്ഷേത്രങ്ങളും മറ്റുമൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഈ തടാകക്കരയിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണം, അങ്ങോട്ട് നമുക്ക് പോകാം. തടാകക്കരയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പാറകളുടെ കാഴ്ച ഉണ്ടോ? ഇതാണ് പാറകളുടെ കാഴ്ച. ആ ഭാഗത്താണ് ടിക്കറ്റ് കൊടുക്കുന്നത്. തടാകം ഇങ്ങനെ ഇങ്ങോട്ട് നീണ്ടിങ്ങനെ കിടക്കും. ഉണ്ടോ? ആർക്കിയോളജിക് മ്യൂസിയത്തിൻ്റെ മുൻപിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. കിടാകട്ടം പാറക്കെട്ടാണ്. ഇതിൻ്റെ അകത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. നമുക്കേതായാലും അകത്ത് കയറി നോക്കാം, ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിൻ്റെ പൈസ എത്രയാണെന്ന് അറിയില്ല. ഇനി ബദാമി കോട്ടയുടെ പ്രധാന ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ കോട്ട കാണുന്നതിന് വേണ്ടി ടിക്കറ്റ് വേണ്ട. ഇവിടെയുള്ളൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ ടിക്കറ്റ് ആവശ്യമുള്ളൂ. പക്ഷേ മ്യൂസിയം എന്തെല്ലോ നവീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് മ്യൂസിയമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് കിട്ടിയ പല സാധനങ്ങളും സംരക്ഷിച്ചിരിക്കുന്ന ആ മ്യൂസിയത്തിൻ്റെ റൂമുകളിലാണ്. അപ്പോൾ അവിടെ എന്തോ നവീകരണം നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അതിഗംഭീരമായ കാഴ്ചയാണ് കേട്ടോ ഈ കോട്ടയുടെ എന്ന് പറഞ്ഞാൽ. പാറയുടെ ഒരു എന്താ പറയണ്ടേ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത സൈസുള്ള പാറക്കെട്ടുകളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇരുമ്പ് ഗേറ്റെല്ലാം കടന്നിട്ട് നമ്മളിങ്ങനെ കൽക്കെട്ടുകളിലൂടെ, അതായത് ഈ 1500 വർഷം പഴക്കമുള്ള ആ കൽക്കെട്ടുകൾ ഇങ്ങനെ കയറിയാണ് നമുക്ക് പോകേണ്ടത്. ഇത്രയും നേരം ഞാൻ തത്സമയം സംസാരിച്ചെങ്കിലും ഇപ്പോൾ സംസാരിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ കുന്നിങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് സംസാരവും ഇങ്ങോട്ട് ഒരുമിച്ച് നടക്കില്ല, നമുക്ക് ശ്വാസം മുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അല്ലാതെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കയറി വരുമ്പോൾ പാറകളുടെ ഒരു ഭംഗി, ഇങ്ങനെ നല്ല ഇങ്ങനെ വ്യത്യസ്തമായ പാറകൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന, ചേർന്ന് എന്നാൽ ഒട്ടിച്ചേർന്നിട്ടുമില്ല, ഇടയ്ക്കൂടെ ഗ്യാപ്പ് നമുക്ക് കാണാം. അങ്ങനെയുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു പാറ കുന്ന് എന്ന് പറയാം. വലിയൊരു മല, അതിനെ ഒരു കോട്ടയാക്കി മാറ്റിയിരിക്കുന്ന അന്നത്തെ കാലത്തെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഭരണാധികാരികളുടെ എന്താ പറയുക മനസ്സ്, അതിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ആളൊന്നും ഈ കോട്ടയിലേക്ക് വന്നിട്ടില്ല. ഞാനും കുറച്ച് പേരുമൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി പറഞ്ഞത് ഒറ്റയ്ക്ക് കോട്ടയിലൂടെ നടക്കരുത്, കുറച്ച് ആളുകളുടെ ഒപ്പം മാത്രമേ നടക്കാവുള്ളൂ എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കോട്ടയിൻ്റെ പല ഭാഗങ്ങളിലും ഈ പറയുന്ന വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുലി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഈ ബദാമി കോട്ടയൊക്കെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും ബാക്കി ആൾക്കാരുടെ ഒപ്പം മാത്രം നടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കൽക്കെട്ടുകൾ കയറി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ 1500 വർഷം മുമ്പിലത്തെ കഥ എന്താ. കോട്ടയും ഗുഹാ ക്ഷേത്രമൊക്കെ കാണുമ്പോൾ കുറച്ച് അധ്വാനം വേണ്ട പരിപാടിയാണ്. കുറേ കുന്നിൻ്റെ പൊക്കത്തിലേക്ക് ഈ പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെ നമ്മൾ കയറിപ്പോണ്ടി വരും. പിന്നെ മനോഹരമായ പാറകളാണ് കേട്ടോ. പറ്റുമെങ്കിൽ രാവിലെ വരാവുള്ളൂ. രാവിലെ 9 മണിക്ക് ഇത് തുറക്കുന്നതാണ്. ആ സമയത്ത് വരുവാണെങ്കിൽ കുറച്ച് ക്ഷീണം കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കയറി നടക്കാനൊന്നും കഴിയില്ല, കടുത്ത ചൂടായിരിക്കും. കോട്ട സന്ദർശിക്കുമ്പോൾ കോട്ടയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വഴികളിങ്ങനെ തിരിഞ്ഞ് പോകുന്നത് കാണാം. നമുക്ക് പല വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പല കാഴ്ചകളാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കാഴ്ചയിലേക്ക് പോകുമ്പോൾ കുറേ ക്ഷേത്രങ്ങളായിരിക്കും, ക്ഷേത്ര അവശിഷ്ടങ്ങളായിരിക്കും, അതുപോലെ തന്നെ കോട്ടയിലെ മറ്റ് ധാന്യപ്പുരകളായിരിക്കും, അതുപോലെ ആളുകൾ താമസിച്ചതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും. അങ്ങനെ പലതും ഈ കോട്ടയിലുണ്ട്. അപ്പോൾ അധികം ആളുകളൊന്നും തന്നെ ഇല്ല. ആളുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെയാണ് ഇവിടെ ആളുകളൊക്കെ സജീവമാവുക. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു വന്നത് ഒരു പുരാതനമായ ഈ കോട്ടയിലൊരു ക്ഷേത്രത്തിലേക്കാണ്. ഒരു അതായത് ലവേഴ്സ് ശിവാലയ എന്ന് പറയുന്ന, അതായത് ഇഷ്ടപ്പെടുന്നവരുടെ ശിവക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ഇങ്ങനൊരു ക്ഷേത്രമാണ്, കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രമാണ്, വലിയ കുന്നിൻ്റെ മുകളിൽ, കോട്ടയുടെ മുകളിൽ. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അതിഗംഭീരമായ കാഴ്ചയാണ്. അഗസ്ത്യ തടാകം അവിടെ അങ്ങ് ദൂരെ കാണാം. നമ്മളിപ്പോൾ കയറി വന്ന സ്ഥലമൊക്കെ അവിടെ കാണാം. പിന്നെ ഈ പറയുന്ന ഈ കരിങ്കൽ കൊണ്ട് എന്താ പറയുക സുന്ദരമായ ഈ കോട്ടയുടെ ബൃഹത്തായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ ദൂരെ അപ്പുറത്ത് വേറെ ക്ഷേത്രങ്ങളുടെ നിർമ്മിതികൾ. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ പൂജയോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല.
ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്യാമറ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ശിവലിംഗം ഇരുന്ന് എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഒന്നുമില്ല, അവിടെ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഗ്യാപ്പായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിനി ക്ഷേത്രത്തിൻ്റെ പുറകു വശത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വാതാപി അല്ലെങ്കിൽ ബദാമി, പുതിയതായിട്ട് പറഞ്ഞാൽ ബദാമി നഗരത്തിൻ്റെ ഗംഭീരമായ കാഴ്ച. അവിടെ ഒരു പീരങ്കിയൊക്കെ പഴയ കാലത്ത് ഇരിക്കുന്നത് കാണാം. അപ്പോൾ ബദാമി എന്ന് പറഞ്ഞ നഗരം നമ്മൾ അവിടെ നിന്ന് കയറി പോന്നപ്പോൾ ആ ബസ് സ്റ്റാൻഡും പരിസരമൊക്കെ നിന്ന് വന്നപ്പോൾ അധികം വലിയൊരു പട്ടണമായിട്ട് തോന്നിയില്ല. പക്ഷേ അതാ ഇവിടുന്ന് നോക്കുമ്പോൾ അതിഗംഭീരമായി ബദാമിയുടെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യത്യസ്ത രീതിയിലുള്ള പാറക്കെട്ടിൻ്റെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഈ ബദാമി കോട്ട ഏതാണ്ട് 1500 വർഷത്തിലധികം പഴക്കമുള്ള ഈ കോട്ട വലിയ രീതിയിലൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് ഇപ്പോൾ സംരക്ഷിച്ച് പോരുന്നത്. കൽപ്പടവുകൾ കയറി വീണ്ടും നമ്മൾ ഈ ബദാമി കോട്ടയുടെ മറ്റ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പാറക്കെട്ടുകളുടെ കാഴ്ച അതിഗംഭീരമാണ് കേട്ടോ. ഈ പാറക്കെട്ടുകൾ തമ്മിൽ ഒരു 5-6 മീറ്ററിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അത് എന്താ പറയണ്ടേ, ഏതോ കാലത്ത് അകന്നു പോയതാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ വഴികളിങ്ങനെ മേലോട്ട്, കോട്ടയുടെ മേലെ ആയിരിക്കുമല്ലോ ഇവരുടെ കോട്ടയുടെ കൊത്തളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് കൃത്യമായ സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഘടനയും കൂടി ഈ ബദാമി കോട്ടയ്ക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ബദാമി കോട്ടയിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ആളുകളുടെ ഒപ്പം സഞ്ചരിക്കണമെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള കോട്ടകളിലേക്ക്, ഈ വിജനമായ സ്ഥലങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ള ഈ വീഡിയോ ചിത്രീകരിക്കുന്നവർക്ക് ഈ ആൾക്കൂട്ടത്തിനൊപ്പം പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ബഹളമായിരിക്കും. അവരുടെ സംസാരം, കൂക്കിവിളി, ആർപ്പുവിളി ഒക്കെ കൂട്ടിയിട്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഏകനായിട്ട് അങ്ങനെ കോട്ടയിലൂടെ നടക്കുകയാണ്. ഈ ബദാമി കോട്ടയിൽ നിരവധി കാഴ്ചകളുണ്ടെങ്കിലും ഇവിടെ ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല എന്നത് ദുഃഖകരമാണ് കേട്ടോ. ഇപ്പോൾ കയറിയപ്പോൾ ടിക്കറ്റൊന്നും ഇങ്ങോട്ടില്ല, ടിക്കറ്റ് ചാർജൊന്നുമില്ല. പക്ഷേ എന്നാലും ചെറിയൊരു ടിക്കറ്റ് ആക്കിയിട്ട് 1-2 ഗൈഡുകളെയും കൂടെ കൂടിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഏർപ്പാടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തീർച്ചയായിട്ടും ഇതെല്ലാം വന്നിങ്ങനെ കണ്ടു കേട്ട് പോകാമെന്നല്ലാണ്ട് ഇതെന്താണ്, എങ്ങനെയാണ്, ഇതിൻ്റെ ചരിത്ര വസ്തുതകൾ എന്താണെന്നൊക്കെ ഒന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല സർക്കാരിനുണ്ട്. ആർക്കിയോളജി കോട്ടയുടെ മറ്റൊരു പ്രദേശത്തേക്കാണ്, കുറച്ചുകൂടെ ഉയരമുള്ള ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ വലിയ എന്തോ ഒരു സംഭവമുണ്ട്. ഞാനപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഇത് ഈ കോട്ട, അതായത് ഈ ബദാമി കോട്ട എന്ന് പറയുന്നത് കർണാടകയിലെ, ഉത്തര കർണാടകയിലെ മഹാരാഷ്ട്രയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ബാഗൽകോട്ട് എന്ന ജില്ലയിലാണ് കേട്ടോ ഈ ബദാമി കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പടികളെല്ലാം കയറി ഇങ്ങനെ മേലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു കൊടി മരം പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, അങ്ങനെ കയറി ചെല്ലുമ്പോൾ മറ്റൊന്നുമല്ല, ഇതൊരു നിരീക്ഷണ സ്ഥലമാണ്. അതായത് ഈ കോട്ടയെ സംരക്ഷിക്കുന്ന ഭടന്മാരൊക്കെ താഴേക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബദാമിയുടെ കാഴ്ചകൾ കുറേ കൂടെ നമ്മൾ മുൻപ് കണ്ട ഇതിൽ നിന്ന് കുറേ കൂടെ ഉയരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഈ നിരീക്ഷണ ഭടന്മാരൊക്കെ ഇങ്ങനെ ശത്രുക്കളുടെ എന്തെങ്കിലും സാന്നിധ്യം ഒക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെയെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും കോട്ടയുടെ മേലോട്ടാണ് നടക്കുന്നത്. മേലോട്ട് നടക്കുമ്പോൾ കാണാൻ നമുക്കത് ഇടുങ്ങിയ, തീർത്തും ഒരു മനുഷ്യന് അങ്ങ് നടന്നു പോകാൻ മാത്രം സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗത്തുകൂടിയുള്ള നടപ്പാണ്, പടികളാണ്. അപ്പോൾ സൈന്യം, അതായത് പുറത്തുനിന്നുള്ള ശത്രുക്കൾക്കൊന്നും പെട്ടെന്ന് വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിദത്തമായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വന്ന് നമുക്ക് ഓർക്കണം കേട്ടോ. ഈ ചാലൂക്യ രാജവംശമാണ് ഇത് സ്ഥാപിച്ചത്. അതായത് AD 543 ഈ കോട്ട സ്ഥാപിക്കപ്പെട്ടത്. ഏതാണ്ട് AD 757 വരെ ഈ കോട്ടയിൽ ചാലൂക്യ രാജവംശം ഉണ്ടായിരുന്നു. അപ്പോൾ ചാലൂക്യ രാജവംശം തൊട്ട് ഇങ്ങ് ഏറ്റവും അവസാനം ടിപ്പു സുൽത്താൻ വരെ ഈ കോട്ടയിൽ പ്രവേശിച്ചിട്ടുണ്ട്, കോട്ട പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വിചിത്രമായ കാഴ്ച കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കോട്ടയുടെ കുറേ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു വളരെ വിചിത്രമായ, നമ്മളിങ്ങനെ എന്താ പറയുക, ചിരട്ടപ്പുട്ടുകൾ കൊണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ച പോലത്തെ ഒരു നിർമ്മിതി. അത് ഏതാണ്ട് നമ്മൾ നല്ല ഉയരത്തിൽ എത്തിയെന്ന് പറയാം.
അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നടന്നപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാന്യപ്പുരകളാണ് പോലും, അതായത് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിനിങ്ങനെ ഇത് കുറേ എണ്ണം ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ അതിലൊരു 2-3 മാത്രമാണ് ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ധാന്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കുമ്പോൾ അതിന് ഡോറൊക്കെ നമുക്ക് കാണാം, എന്നിട്ടത് കേടാകാതെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. എന്താ അല്ലേ, വിചിത്രമായ പല സംഗതികളും കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ബദാമി കോട്ട സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വരാനുള്ള എളുപ്പമാർഗം ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനുകൾ ഉണ്ട്. ഒരു മാർഗം അതാണ്, അതായത് വിജയപുര പഴയ ബീജാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്ന ആ ട്രെയിന് കയറാം. വീണ്ടും ഇതിൻ്റെ പൊക്കത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മംഗലാപുരത്ത് നിന്ന് ഈ വിജയപുര എന്ന് പറഞ്ഞൊരു എക്സ്പ്രസ് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ച കഴിഞ്ഞുകൊണ്ട് കേട്ടോ, അത് ഉപയോഗപ്പെടുത്തി നമുക്ക് ഇങ്ങോട്ട് വരാം. കൂടാതെ ഈ ബദാമിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഹോളയിലും പട്ടടക്കിലേക്കൊക്കെ നമുക്ക് പോകാം. അതുകൂടാതെ ഒരു 100 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മീറ്റർ അല്ല 100 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം കൂടി നമുക്ക് സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ വേറൊരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ അതായത് 1500 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇപ്പോഴും ഇത് കരിങ്കല്ലായതുകൊണ്ട് മാത്രം നിൽക്കുന്ന. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ക്ഷേത്രങ്ങൾ ആണെന്ന് മാത്രമേ ഉള്ളൂ, പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. എല്ലാം കാട് കയറി മൂടിക്കിടക്കുകയാണ്, വലിയ രീതിയിലൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നൊരു ദൗർഭാഗ്യകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏതാണ്ട് ഈ പറയുന്ന ബദാമി കോട്ടയുടെ കാഴ്ച. ഏതാണ്ട് ഒരു 2 മണിക്കൂറെങ്കിലും എടുത്ത് മാത്രമേ നമുക്കിത് വ്യക്തമായി കാണാൻ കഴിയുള്ളൂ. പിന്നെ പോരുന്ന വേറൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും കരുതണം. കാരണം ഇത് കയറി കഴിയുമ്പോൾ നമ്മൾ മടുക്കും, വെള്ളം കുടിക്കേണ്ടി വരും, വേറെ എവിടെയും വെള്ളം കിട്ടില്ല, മറ്റൊരു സാധനവും കിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ബദാമി കോട്ടയിലിതാ ശിവക്ഷേത്രമാണ്, അവിടെ ശിവലിംഗം ഒന്നുമില്ല, എല്ലാം പോയതാണോ നശിപ്പിച്ചതാണോ എന്താണോ ഒന്നും അറിയില്ല. ബദാമിയിലെ കോട്ടകളുടെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഈ കുന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് കാണാൻ പോകേണ്ടത് ബദാമിയിലെ ഗുഹാക്ഷേത്രങ്ങളാണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ അത് നീളം വല്ലാതെ കൂടിപ്പോകുന്നത് കൊണ്ട് വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബദാമി കോട്ടയുടെ അല്ലെങ്കിൽ വാതാബി കോട്ടയുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,